25 കോടിയുടെ ഓൺലൈൻ തട്ടിപ്പ് കേസ് DCPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അന്വേഷിക്കും. DCP നടപടി മഹേഷിന്റെ നേതൃത്വത്തിൽ സംഘമാണ് അന്വേഷിക്കുക. 23 അക്കൗണ്ടുകളിലായി 96 ഇടപാടുകളാണ് നടന്നത്. തട്ടിപ്പിലെ മലയാളി പങ്ക് അന്വേഷിക്കുന്നുവെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞു. ആദ്യം അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കുന്നുണ്ട്. DCP ലോ ആൻഡ് ഓർഡർ 2 മഹേഷ് അദ്ദേഹമായിരിക്കും ഇതിൻ്റെ സൂപ്പർവിഷന്. ഏകദേശം 23 ബാങ്ക് അക്കൗണ്ടുകൾ വഴി 96 ട്രാൻസാക്ഷൻസിലാണ് ഈ 25 കോടി നഷ്ടപ്പെട്ടത്. അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം അടുത്ത് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളുണ്ടെങ്കിൽ അതെല്ലാം സമർപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറേ ട്രാൻസാക്ഷൻസ് US ഡോളേഴ്സിലാണ് ട്രാൻസാക്ഷൻ നടന്നത്. അപ്പോൾ ഇവരായിട്ട് ഇടയ്ക്ക് ഒരാൾ മലയാളത്തിൽ സംസാരിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അവരെ കേന്ദ്രീകരിച്ച് കുറച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ ചെയ്യുന്ന വിഷ്ണു, ഈ ഓൺലൈൻ തട്ടിപ്പിന്റെ ഏറ്റവും ഗ്രാവിറ്റി ഡെപ്തുള്ള ഒരു തട്ടിപ്പാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. 25 കോടി എന്ന ഭീമമായ തുകയാണ് നഷ്ടമായിരിക്കുന്നത്. എന്തായാലും സംഘത്തിൽ മലയാളികളുണ്ടെന്ന സൂചന വരുന്നു. 96ഓളം ട്രാൻസാക്ഷനുകൾ, അതും വിവിധ അക്കൗണ്ടുകളിലേക്ക് ചിലപ്പോൾ രൂപ മാറി ഡോളറിലടക്കം കൈമാറ്റം വന്നിരിക്കുന്നു. ഒരു വലിയ കൂട്ടുകെട്ട് നെക്സസ് ഇതിന്റെ പിന്നിലുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തൊക്കെ പ്രാഥമികമായ സൂചനകളാണ് ഇപ്പോൾ പോലീസിന് മുമ്പിലുള്ളത്? സുഹൈല്, സംസ്ഥാനത്ത് തന്നെ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ പണം സൈബർ തട്ടിപ്പിലൂടെ നഷ്ടമാകുന്ന ഒരു കേസാണിത്. അതുകൊണ്ട് അതിന്റെ ഗൗരവത്തിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ പശ്ചാത്തലത്തിലാണ് പെട്ടെന്ന് തന്നെ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുന്നത്. DCP ജുവനപ്പടി മഹേഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിക്കും. ACP സൈബർ ക്രൈമും ഈ അന്വേഷണത്തിന്റെ ഭാഗമായുണ്ട്. 23 അക്കൗണ്ടുകളിലായി 96 തവണയാണ് പണം നിക്ഷേപിച്ചിരിക്കുന്നതെന്ന് ഇതിനോടകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം ഈ നിക്ഷേപകൻ ഈ സംസാരിക്കുന്ന ഘട്ടത്തിൽ അതിലൊരു മലയാളി ഇയാളോട് സംസാരിച്ചതായ ഒരു മൊഴി ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മലയാളി സാന്നിധ്യം ഈ തട്ടിപ്പിന് പിന്നിലുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നു. കാലിഫോർണിയ കേന്ദ്രീകരിച്ചാണ് ഈ തട്ടിപ്പ് സംഘം പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ അവിടെയുള്ള അക്കൗണ്ടുകളിലേക്ക് അടക്കം പണം പോയിട്ടുണ്ട്. ഡോളർ മാർഗം പണം കൈമാറിയിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ നെക്സസ് ഇതിന്റെ പിന്നിലുണ്ട് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. അതുകൊണ്ട് അവരെ കണ്ടെത്താനുള്ള ശ്രമത്തിലേക്ക്, അത് എത്രത്തോളം സാധ്യമാകുമെന്ന് അറിയില്ല, പക്ഷേ അത് കണ്ടെത്താനുള്ള ശ്രമത്തിലേക്ക് പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഈ പരാതിക്കാരന്റെ കയ്യിൽ നിന്ന് പരമാവധി ഇൻപുട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നിലവിൽ പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ഈ ബാങ്കുകൾ, ഈ ട്രാൻസാക്ഷൻ നടന്ന ബാങ്കുകളുടെ പക്കൽ നിന്നും ഈ വിശദാംശങ്ങൾ ശേഖരിക്കാനുള്ള നടപടികളും സ്വീകരിക്കും. വളരെ പണിപ്പെട്ട ഒരു കേസന്വേഷണമായിരിക്കും ഇത്. വളരെ ചലഞ്ചിങ് ആണ്. അത് പൂർത്തിയാക്കാനാകുമെന്ന പ്രതീക്ഷയാണ് കൊച്ചി സിറ്റി പോലീസ് പങ്കുവെക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു മഞ്ഞുമലയുടെ ഒരറ്റത്ത് ആരെങ്കിലും ഒക്കെ പിടികൂടാനാകും എന്നൊരു പ്രതീക്ഷയിലാണുള്ളത്. എന്തായാലും കൂടുതൽ പേർ ഒക്കെ കേസിൽ അകപ്പെട്ടിട്ടുണ്ടാവും. കൂടുതൽ ആളുകൾക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ, ഇതേ രീതിയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ അന്വേഷണം നടക്കുകയാണ്. പ്രാഥമിക അന്വേഷണം മാത്രമാണ് നിലവിൽ ആരംഭിച്ചിരിക്കുന്നത്. വിശദമായ അന്വേഷണത്തിലേക്ക് ഇയാളുടെ പൂർണ്ണ മൊഴി എടുത്ത ശേഷം മാത്രമേ കടക്കുകയുള്ളൂ. സുഹൈൽ, എന്തായാലും വലിയ കണ്ണിയായിരിക്കും, അന്താരാഷ്ട്ര കണ്ണിയാവാനും സാധ്യതയുണ്ട്. നേരത്തെ ഇത്തരത്തിലൊരു കേസിന്റെ അന്വേഷണത്തിൽ പ്രതി അങ്ങ് സിംഗപ്പൂരിലായിരുന്നു. എന്തായാലും DCP ജുവനപ്പടി മഹേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം വിശദമായി അന്വേഷിക്കുന്നുണ്ട്. ബാങ്ക് ട്രാൻസാക്ഷനിലടക്കം കേന്ദ്രീകരിച്ച് ഈ പറയുന്ന പണം പോയ ആളെന്ന് പരമാവധി ഇൻപുട്ട് എടുത്തുകൊണ്ട് ഒരാളെ പിടികൂടി കേസിന്റെ ഉറവിടത്തിലേക്ക് എത്താനുള്ള സാധ്യത കൂടിയാണ് പോലീസ് തേടുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.